പോസ്റ്റ്നാറ്റൽ കെയർ അഥവാ പ്രസവാനന്തര ശുശ്രൂഷ അത്യാവശ്യമുള്ള ഒന്നാണോ? അതോ അതെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടുത്താൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? നോക്കാം. ഹായ്, ഐ എം ഡോക്ടർ അനഘ, ചീഫ് ഫിസിഷ്യൻ, വേദാര ഐ കെയർ. ആദ്യമായി നമുക്ക് പോസ്റ്റ്നാറ്റൽ കെയർ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ഡെലിവറിക്ക് ശേഷം യൂട്രസ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ മിനിമം 1.5 മാസം എടുക്കും. ആയുർവേദത്തിലെ ഈ പോസ്റ്റ്നാറ്റൽ കെയർ എടുക്കുകയാണെങ്കിൽ ആ തിരിച്ചുവരവിനെ നമുക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റും. പ്രോപ്പറായ ഗർഭാശയ ശോധനം അഥവാ ഉള്ളിലുള്ള ആ ഒരു ക്ലെൻസിങ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, യൂട്രസ് പ്രോപ്പറായി ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ഇതിലൂടെ സാധിക്കുന്നു. പ്രസവാനന്തര ശുശ്രൂഷ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഓവറോൾ ഹീലിങ്ങിനെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് സ്ത്രീകൾക്ക് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഡയബറ്റിസ് മെലിറ്റസ്, തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ കണ്ടുവരാറുണ്ട്. അത് പ്രസവാനന്തരം ചിലർക്ക് കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യും. അത്തരം അസുഖങ്ങൾ മുൻപോട്ട് കണ്ടിന്യൂ ചെയ്തു പോവാതെ അതിനെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നതിലൂടെ നമ്മൾക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ശരീരത്തിന് ആ ഒരു സമയത്ത് കിട്ടേണ്ട ഹീലിംഗ് പ്രോപ്പറായി നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും, അല്ലേ? അപ്പോൾ പോസ്റ്റ്നാറ്റൽ കെയർ എടുക്കുന്നത് എന്തുകൊണ്ടും അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണ്. ഇതൊക്കെ പറഞ്ഞാലും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രസവ ശുശ്രൂഷയിൽ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.